ഹലോ മുതലാളി നീച്ചിട്ടില്ല, 8:30 ആവണുള്ളൂ, കുറച്ച് കഴിയും. വിവരങ്ങൾ ഞാൻ പറയാം. ഓക്കെ. വലൈക്കും മുസ്സലാം. മുതലാളി ഇവിടെ ഉണ്ടോ? മുതലാളി ഇവിടെ ഉണ്ട്. നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വരിക. എൻ്റെ ഒരു വീട് പണിയുണ്ട്, അതിന് ഒരു സഹായം ചോദിച്ചു വന്നതാണ്. മുതലാളി ഇപ്പോൾ ഉണ്ട് ഇറങ്ങി വരും. ഇവിടെ തന്നെ നിന്നോളൂ, എനിക്ക് കുറച്ച് പണിയുണ്ട്. അസ്സലാമു അലൈക്കും. നിങ്ങൾ ആരാ? എന്തിനൊന്നാ? ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വരികയാണ്. എൻ്റെ ഒരു വീട് പണിയുണ്ട്, അതിനൊരു സഹായം ചോദിച്ചു വന്നതാണ്. നാട്ടുകാർക്ക് വീടുണ്ടാക്കി കൊടുക്കലും നാട്ടുകാരെ കുട്ടികളെ കെട്ടിക്കലും അല്ല എൻ്റെ പരിപാടി. ഇറങ്ങി പോണം എൻ്റെ പേരിൽ നിന്ന്. സുലൈമാനെ, എന്നോട് പറഞ്ഞുള്ള പാതി ഇവിടെ അനവലാതെ കടത്തിരുത്തി എന്നുള്ളത്. ഞാൻ കാരണം നിങ്ങൾക്ക് അടി കിട്ടി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആ മുതലാളിൻ്റെ സ്വഭാവം എനിക്ക് അറിയില്ലായിരുന്നു. അത് സാരമില്ല, മുതലാളി വലിയ കോടീശ്വരനാണ്, ആർക്കും ഒരു സഹായം ചെയ്യൂല. അതൊരു മൃഗം ഐഡിയ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കൂല. അതൊന്നും വേണ്ട, നിങ്ങളെ മനസ്സ് പടച്ചോ എന്നും നിലനിർത്തട്ടെ. ബാബു, എന്താ സംഭവിച്ചത് ബാബു? മുതലാളിയുടെ ബിസിനസ് ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. ഒരു മാനേജർ എന്ന നിലയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു ബാബു? ബിസിനസ് ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പ്യയാണ് നഷ്ടം പറ്റിയിരിക്കുന്നത്. അധിക സംഖ്യ തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഒന്നും ആലോചിക്കണ്ട ബാബു. നമ്മളുടെ സ്ഥാപനങ്ങളെല്ലാം വിൽക്കുക, വിറ്റിട്ട് ആൾക്കാരെ പൈസ എല്ലാം തിരിച്ചു കൊടുക്കുക. നമ്മളെ സ്ഥാപനങ്ങളൊന്നും വിറ്റാൻ തയ്യില്ല മുതലാളി. അങ്ങനെ ചെയ്യാതെ വരികയാണെങ്കിൽ നമ്മുടെ വണ്ടികളും വീടും പറമ്പും എല്ലാം വിറ്റിട്ട് നാട്ടുകാരെ കടം വിട്ട് വീടും വണ്ടിയും പറമ്പും വിൽക്കേണ്ട ഗതികേടാണല്ലോ വന്നത് ബാബു. എല്ലാം വിധിയാണ്. എൻ്റെ മുതലാളിയുടെ അഹങ്കാരമാണ് ഈ തകർച്ചക്കുള്ള കാരണം. ഈ കോട്ടേഴ്സിക്ക് ബാൻ്റെ കാരണം നിങ്ങൾക്ക് അഹങ്കാരം കുറച്ച് കൂടുതലായിട്ട്. പറഞ്ഞത് ശരിയാണ്. എൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഞാൻ കുറേ ചെയ്ത് കൂട്ടിയിട്ട് അതിനുള്ള പദമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഇപ്പോൾ ഇവിടെ മാങ്ങൊക്കെ നുള്ളി പൊട്ടിക്കുന്നു? മാങ്ങ നുള്ളിപ്പറിക്കാൻ സമ്മന്തി ഇറക്കാനാ. ആ നിങ്ങൾ പണ്ട് കണ്ടതാണല്ലോ, വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാ. വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ സുഖമായിട്ട് പോകണുണ്ട്. അല്ല എന്താ ഇപ്പം നിങ്ങളെ മുതലാളിയിലൊക്കെ വീടാം? മുതലാളി ആകെ പൊളിഞ്ഞു. ഇപ്പം ഞങ്ങളിപ്പോൾ കോട്ടേഴ്സിലാണ്. അതെന്ത് പറ്റി? മുതലാളിനൊന്ന് കാണായിരുന്നല്ലോ. അത് വലിയൊരു കഥയാണ്. എന്നാ വരി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ ഇപ്പം ഈ കാണുന്നത്? എന്ത് പറ്റി നിങ്ങൾക്ക്? അതൊക്കെ ഒരു വിദ്യയാണ്. എന്താ ചെയ്യുക? എല്ലാം വിധിയാണ്. ഉള്ളവനെ ഇല്ലാത്തവനാക്കാനും ഇല്ലാത്തവനെ ഉള്ളവനാക്കാനും ഒക്കെ പഠിച്ചവനെ കഴിയൂ. കോട്ടേഴ്സിന് വാടക കൊടുക്കാനും കൂടി ഞങ്ങളെടുത്തൊരു ഉറപ്പില്ല. അങ്ങനത്തെ ഒരു വിധിഘട്ടത്തിലാണ് ഇപ്പോൾ. 5 സെൻറ്റ് സ്ഥലം ഒരു വീടും എനിക്ക് നാട്ടുകാരുണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന് ഞാൻ ഒറ്റക്കാണ് താമസം. നിങ്ങൾ എൻ്റെ കൂടെ പോയി. അന്ന് നിങ്ങൾക്കൊരു വീട് വെക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന ആളാണ് നിങ്ങൾ. അന്ന് ഞങ്ങൾ ആട്ടി ഇറക്കിയതാണ്. ആ വൈരാഗ്യം വിദ്യാഭ്യാസം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ആ വൈരാഗ്യം വിദ്വേഷമൊന്നും ഞാൻ മനസ്സിൽ കൊണ്ടെടുക്കുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ പോയി. കോട്ടേഴ്സിന് വാടക കൊടുക്കാൻ നമ്മളെടുത്ത് ഒന്നുമില്ല. നമ്മൾ ഇവർ കൂടാണ്ട് പോവുക. സുലൈമാനെ ഇജിൻ്റെ കൂടെ നിൽക്കണ്ട. ഇജ് പോയിക്കോ. ഞാൻ ഇങ്ങനെ ജീവിച്ച് പോയിക്കോളൂ ഒറ്റക്ക്. ഒരാൾ വെള്ളത്തിൽ മുങ്ങി പൊന്തുമ്പോഴാണ് കയറിട്ട് കൊടുക്കേണ്ടത്. അല്ല താനേ ദിവസം കയറിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ മുങ്ങി പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ പോരി. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. മലയാളി നമുക്ക് ഇന്ന് വരെ കൂടെ പോവാം. അഹങ്കാരാണ് ഇന്ന് നിലയിലെത്തിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഞാനും അഹങ്കരിക്കരുത്. നമുക്കിപ്പോൾ എവിടേക്കാ പോകേണ്ടത്? ഇച്ചാണ്ട് വിട്ടോട്, കോഴിക്കോട്ടേക്കാണ് പോകേണ്ടത്.